കിടന്നാൽ മുഹമ്മദിന്റെ പെരടിയിൽ ഞാൻ ചവിട്ടും. മുഹമ്മദ് സുജൂദിൽ കിടന്നാൽ മുഹമ്മദിന്റെ പെരടിയിൽ ഞാൻ ചവിട്ടും. അബൂജഹൽ ആളാരാണെന്ന് അറിയോ? നബിയുടെ വാപ്പാന്റെ പേര് മുത്തറസൂലിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള. അബ്ദുള്ളയുടെ വാപ്പാന്റെ പേര് അബ്ദുള്ളയുടെ വാപ്പ നബിയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ്. ഈ അബൂജഹലിന്റെ വാപ്പായ ആരാണ്? അബൂജഹലിന്റെ പാപ്പായും അബ്ദുൽ മുത്തലിബാണ്. ഉമ്മ വേറെയാണ്. അബ്ദുൽ മുത്തലിബ് 2-3 വിവാഹം കഴിച്ചു. 2-3 ഭാര്യമാരുണ്ട്. അതിലൊരു ഭാര്യയുടെ മകനാണ് അബ്ദുള്ള, വേറൊരു ഭാര്യയുടെ മകനാണ് അബൂ ലഹബ്. ആ ഭാര്യയ്ക്ക് അബൂ ലഹബ് മാത്രമേ ഉള്ളൂ. വേറൊരു ഭാര്യയുടെ മകനാണ് അബൂജഹൽ. മനസ്സിലായില്ലേ? അപ്പം വാപ്പ ഒന്നും ഉമ്മമാര് വ്യത്യാസമാണ്, കുടുംബമാണ്. അബൂജഹൽ അബൂജഹൽ എന്ന് പേരിട്ടത് ഇസ്ലാമാണ്. അവന്റെ പേര് അംർ ബിൻ ഹിഷാം. അടിപൊളി പേരാണ്. അംർ ബിൻ ഹിഷാം എന്നാണ് അബൂജഹലിന്റെ പേര്. അറബിയിൽ വിളിച്ചിരുന്നത് അബുൽ ഹഖ്. അബുൽ ഹഖ് അതായത് സത്യസന്ധനായ നേതാവായ ഒരു വലിയ പേരാണ് അബുൽ ഹഖ് എന്ന് വിളിച്ചത്. അള്ളാഹു റസൂൽ വിളിച്ച അബൂജഹൽ. ഖുർആൻ തന്നെയാണ് പറഞ്ഞത്, അള്ളാഹുൽ വിശ്വസിക്കാത്ത തൗഹീദ് ഇല്ലാത്ത ഒരു ജാഹിലീങ്ങളാണ്. അത് ഖുർആനാ വിളിച്ചത് അബൂജഹൽ എന്ന് വിളിച്ചത്. അങ്ങനെ അപ്പൊ ഈ അബൂജഹലിനെ കൊല്ലുന്നതിന് നമുക്ക് മുമ്പോട്ട് കുറച്ച് പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പൊ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നാൽ മുഹമ്മദിന്റെ പെരടിയിൽ ഞാൻ ചവിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചവിട്ടിയിട്ടില്ല. അള്ളാഹു അത് കൊടുത്തിട്ടില്ല. അബ്ദൻ ഇദാ സല്ല അലം യഅലം ബിഅന്ന അല്ലാഹ യറാ كلا لئن لم ينتهي لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديا سندع الزبانية كلا لا تطع واسجد واقترب. ഇഖ്റാ ബിസ്മി സൂറത്ത് ഓതിയിട്ടില്ലേ? അതിൽ അബൂജഹലിനെ പേര് പറയാതെ അബൂജഹലിനെ പറ്റി പറയുന്നുണ്ട്. അവന്റെ ധിക്കാരം. മുഹമ്മദിന്റെ പെരടിൽ ചവിട്ടും സുജൂദ് ചെയ്താൽ. ആ ചവിട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സംഭവം നടന്നിട്ടില്ല. അല്ലാഹു പറഞ്ഞു അലം യഅലം ബിഅന്ന അല്ലാഹ യറാ. അല്ലാഹുവിനറിയാം അവൻ എന്ത് ചെയ്യും എന്ത് ചെയ്യൂല എന്ന് വ്യക്തമായി ആർക്കറിയാം? അല്ലാഹുവിനറിയാം. എന്നിട്ട് അല്ലാഹു കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅ ബിന്നാസിയ. അവൻ പറയുക അല്ലെങ്കിൽ അവന്റെ നെറുകയിൽ ഞാൻ പിടിച്ചു തിരികെ തന്നെ ചെയ്യും. അവൻ അങ്ങനെ പറയുക മാത്രമേ ഉള്ളൂ. അല്ലാഹു പറയുന്നത് കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅ ബിന്നാസിയ. അവൻ അങ്ങനെ പറയത്തേ ഉള്ളൂ, പക്ഷേ ഞാൻ അവനെ പെരടിയിൽ പിടിക്കും. ആരെ? അബൂജഹലിന്റെ പെരടിയിൽ ഞാൻ പിടിക്കുമെന്ന് അല്ലാഹു പറയാണ്. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ. അവൻ ആരാണ്? കള്ളനാണ്, കളവ് പറയുന്നവനാണ്, തെമ്മാടിയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് ഫൽഅദു നാദിയ. അല്ലാഹു പറയാണ് അവൻ അവന്റെ ആൾക്കാരെയൊക്കെ വിളിക്കും. ഫൽഅദു നാദിയ. അല്ലാഹു പറയാണ് നീ വിളിച്ചോ മോനെ, നിന്റെ കിങ്കരന്മാരെയോ നിന്റെ പടയാളികളെയോ നിന്റെ സ്റ്റാഫിനെയോ നീ വിളിച്ചോ. അല്ലാഹു പറയുന്നു സനദു സബാനിയ. ഞാൻ സബാനിയാക്കളെ മലക്കളെ ഇറക്കും. സബാനിയാക്കളെ മലക്കൾ അറിയില്ലേ? ശിക്ഷയുടെ മലക്കുകളാണ്, ഖബറിൽ വരുന്ന മലക്കാണ് സബാനിയാക്കളെ മലക്കൾ. അങ്ങനെ അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞത് സബാനിയ നീ ആൾക്കാരെ വിളിച്ചോ, സബാനിയാക്കളെ മലക്കളെ ഞാനും വിളിക്കും. അങ്ങനെ ബദറിലെ ഒരു വിഭാഗം സബാനിയാക്കളെ മലക്കൾ ഇറങ്ങിയിട്ടുണ്ട് അബൂജഹലിനെ വളയാൻ വേണ്ടിയിട്ട്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു പറയാണ് കല്ലാ ലാ തുതിഉ. നബിയേ കല്ലാ ലാ തുതിഉ. അവനെ വഴിപ്പെടരുത്. അവൻ പറയുന്ന അങ്ങ് കേൾക്കണ്ട. കല്ലാ ലാ തുതിഉ വസ്ജുദ് വഖ്തരിബ്. അങ്ങ് നിസ്കരിച്ചോ, അങ്ങ് നല്ല കാര്യങ്ങൾ ചെയ്താൽ വെക്കോ, അവനെ വഴിപ്പെടേണ്ട റസൂലേ എന്ന് ഖുർആൻ അല്ലാഹു ഇതിന്റെ ധിക്കാരത്തെ പറ്റി പറയുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനയിൽ വരുന്നതിന് മുമ്പ് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഒരു ചെറിയ സഹാബിയാണ്. കയ്യൊക്കെ എന്ന് വെച്ചാൽ എന്താ, ഒരു ചുള്ളിക്കമ്പ് പോലെ എടുക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു മോനെ എനിക്ക് പല്ല് തേക്കാൻ അറാക്ക് വേണം, നീ മരത്തിന്റെ കയറിയിട്ട് ഒരു അറാക്കിന്റെ തടിയും ഓടിച്ചു തരാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മരത്തിലേക്ക് കയറുന്നു. അറാഖിന്റെ കൊമ്പ് ഇങ്ങനെ ഒടിച്ചു നോക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിങ്ങൾ ചിരിച്ച് കളിയാക്കുന്നു. അത് കൊമ്പാണോ അത് ആളാണോ? അത്രയ്ക്ക് വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ഒരു ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന ആളാണ് അബ്ദുല്ലാഹി മസ്ഊദ്. അവര് വളഞ്ഞിട്ട് ചിരിക്കുന്നു, കളിയാക്കി ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ഇത് പറഞ്ഞു, ഈ വിഷയം പറഞ്ഞു.
അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്ത് ചെയ്തു? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ എന്ന ആയത്ത് ഇറങ്ങിയാണ്. ഈ സമയത്ത് ആയത്ത് ഇറങ്ങുന്നു വിശുദ്ധമായ ഖുർആനിൽ. അർ-റഹ്മാൻ അല്ലാഹുവിന്റെ കാരണത്തെ പറ്റി പറയാണ്. അല്ലമൽ ഖുർആൻ ആ ഖുർആൻ പഠിക്കണം, ഖുർആൻ മനസ്സിലാക്കണം. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ ഈ മനുഷ്യനെയും നിന്നെ കളിയാക്കിയവരെയും സർവ്വനെ പഠിച്ചവൻ അല്ലാഹുവാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്കൊരു എനർജി ഫീൽ ചെയ്തു. നബിയെ, ഞാൻ പോയി ഇത് കഅബയിൽ പോയി ഓതട്ടെ, ഞാൻ കഅബയിൽ പോയി ഓതട്ടെ. വേണ്ട മസ്ഊദ്, അവിടെ നിൽക്കുന്ന നബി തോന്നുന്നു. പക്ഷേ ആവേശം കാരണമാണ്, എന്നെ കളിയാക്കി വിട്ടവന്മാരല്ലേ, അപ്പൊ അവന്മാരെ പോയി ഇത് ഓതണ്ടേ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന മുമ്പ് ആട് ചാടി കയറി ഇവിടെ പോയി കഅബയിലേക്ക് എത്തുകയാണ്. കഅബയിലെ ചുറ്റും അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്. എല്ലാരും വന്നിക്കുമ്പോ കഅബയിൽ പോയിട്ട് ഈ ചെറിയ പൊക്കം കുറഞ്ഞ ആളാ മനുഷ്യനാണ് പോയി നിന്നിട്ട് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ എന്നൊക്കെ ഈ ആയത്ത് ഓതി കൊടുക്കണം. വന്നജ്മു വശജറു യസ്ജുദാൻ ചന്ദ്രങ്ങളും പിറകളും മരങ്ങളും എല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് അല്ലാഹു ഓതുന്നു. ഇത് കേട്ടപ്പോൾ അവർക്ക് പിടിച്ചില്ല. അള്ളാഹുവിന് വിശ്വാസം ഉണ്ടെങ്കിലും അള്ളാഹുവിന് ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കാൻ അവർക്ക് തയ്യാറല്ല. ഈ ഓത്ത് കേട്ടപ്പോ അവർക്ക് പിടിച്ചില്ല. സുബ്ഹാനല്ലാഹ് ഓതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അബൂജഹൽ എന്ന് പറയുന്ന ധിക്കാരി എണീറ്റ് വന്നിട്ട് ഒറ്റ അടിയാണ് ബഹുമാനപ്പെട്ട മസ്ഊദ് തങ്ങളുടെ മുഖത്തേക്ക് കൊടുക്കുന്നു. ആടി അബൂജഹലിന്റെ കൈ അറിയാലോ, തർക്കൂലിയ കൈയാണ്. ആ അടി കൊടുത്തു. സുബ്ഹാനല്ലാഹ് രണ്ട് ചെവിയിൽ നിന്നും ധാരയായ രക്തം ഒഴിഞ്ഞു. അവിടെ വീണ് കിടന്നു. എണീക്കാൻ പറ്റുന്നില്ല. ഇനി കിടന്നാൽ അവരെല്ലാരും കൂടി ചുരുട്ടി കൂട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് ഇല്ലാത്ത ആരോഗ്യം എടുത്തുകൊണ്ട് ഓടി നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് ഈ മുഖത്തിൽ നിന്ന് ഇങ്ങനെ ചെവിയിൽ രക്തം ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ അവിടുത്തെ ഡ്രസ് എല്ലാമായി ഓടിക്കൊണ്ട് റസൂലിന്റെ അടുപ്പം, നബിയെ എന്നെ അബൂജഹൽ അടിച്ച് നബിയെ. ഇത് കണ്ട റസൂൽ എല്ലാത്ത വിഷമമായി പോയി. ഇത്രയ്ക്ക് അവസ്ഥ. ആട് ചെറിയ ആളാണ്. ഉടനെ നസ്റുൽ അമീൻ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട്, നബിയെ പ്രതികരണം വേണ്ട, ഇപ്പൊ നമുക്ക് പ്രതികരിക്കാൻ സമയമില്ല, ഇതിനുള്ള പ്രതികാരം വരുന്നുണ്ട് നബിയെ, അങ്ങ് വെയിറ്റ് ചെയ്യണം. ഇതിനുള്ള പ്രതികാരം വരുന്നുണ്ട് നബിയെ, അങ്ങ് വെയിറ്റ് ചെയ്യണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വഹി അറിയിച്ചു. അങ്ങനെ മക്കയിൽ നിന്നും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചാണ് ഇവിടെ എത്തിയത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോ മദീനയിൽ വരുന്നു. ചരിത്രങ്ങൾ വിശാലമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ ഒരു ചരിത്രം ബാക്കിയാണ്. അബൂജഹലിന്റെ ഒറ്റ അടിയിൽ മസ്ഊദിന്റെ ചെവിയിൽ രക്തം വന്നു. ജിബ്രീൽ എന്ന് പറഞ്ഞു, ഇതിന് പകരം വരുന്നുണ്ട്, പേടിക്കേണ്ട, ഇപ്പം പ്രതികാരം ചെയ്യണ്ട. അങ്ങനെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തുന്നു. അവിടെ യുദ്ധം നടക്കുന്നു, കൊലുബലി കൊള്ളുന്നു. നല്ല രീതിയിൽ യുദ്ധങ്ങൾ തകർക്കുകയാണ്. നമ്മളത് പറഞ്ഞു. പലരുടെയും ഔത്തുബത്തും ഷൈബത്തും വീഴുന്നു. അതുപോലെ തന്നെ പല ആൾക്കാരും വീഴുന്നു. അതിനിടയ്ക്കാണ് മുആദ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോ അബൂജഹൽ വരുന്ന കണ്ടപ്പോ മുആദിന് ചെറിയൊരു ഒരു പേടി. അബൂജഹൽ അങ്ങനെ മനുഷ്യൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല, അവന്റെ സ്വഭാവം അല്ല, അവന്റെ ശരീര പ്രകൃതി. അപ്പൊ മുആദ് തങ്ങൾ അബൂജഹലിനെ കണ്ടപ്പോ മാറി പോകുന്നു. പക്ഷെ അബൂജഹൽ വിട്ടില്ല. തെരഞ്ഞു പിടിച്ച് മുആദ് തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നു. അവിടുന്ന് പരസ്പരം നല്ല യുദ്ധമാണ്. ഏകദേശം 10-15 മിനിറ്റോളം രണ്ടുപേരും ആളുകൾ തമ്മി ഉരസി അവസാനം ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹുവിന്റെ ഈ മുഖത്തിൽ വെട്ടുകയാണ്. ഈ കണ്ണും പിരികമടങ്ങും ഈ ഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. ആ തൊലി സുബ്ഹാനല്ലാഹ് വെട്ടിയിട്ടു. ഓടിച്ചെന്നു അവിടെ നിന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട്, അല്ലാഹുവേ റസൂലേ, എന്റെ അവസ്ഥ കണ്ടോ, അബൂജഹലിനെ വെട്ടി. നബിതങ്ങളുടെ അടുക്കൽ വന്നു. അല്ലാഹു റസൂൽ ആ ഖൈമയിൽ ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് എടുത്തുകൊണ്ട് ആ മുഖത്ത് തടവിയിട്ട് ആ തൊലിയെ ഒത്തിച്ചു വെക്കുന്നു. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും ശുഭയുള്ള ഉമിനീര്, ശറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ റസൂൽ അവിടെ നിന്ന് ആ കാരുണ്യം കാണിച്ച് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ഒത്തിച്ചു കൊടുക്കുന്നു. ഈ മുആദ് തങ്ങളും അബൂജഹൽ യുദ്ധം ചെയ്യുന്ന സമയത്താണ് ആര് വന്നത്?
രണ്ട് കുട്ടികൾ മുആദും മുഅവ്വിദും എന്ന രണ്ട് കുട്ടികൾ വന്നിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സഹാബിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ അബൂജഹൽ എന്ന്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആണ് മക്കയിൽ നിന്ന് വന്ന ലീഡർ, അവിടുത്തെ മുഹാജിറിന്റെ ലീഡർ ആയിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ചോദിക്കുന്നു, എവിടെ അബൂജഹൽ എവിടെ? കാരണം ഇവര് മദീനയുടെ കുട്ടികളാണ്, അബൂജഹലിനെ അറിയില്ല. വേറെ ആള് മാറി കൊന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അബൂജഹൽ എവിടെ? അപ്പോഴാണ് കാണിച്ചു കൊടുക്കുന്നു. ആദ്യം ഒരു സംശയം വന്നു, കാരണം 14, 15, 16 വയസ്സുള്ള കുട്ടികളാണ്. ചെറിയൊരു സംശയം വന്നു, ഇവന്മാർ എന്താ ചെയ്യുന്നേ? പിന്നെ നോക്കി ഒരു ആവേശം കൊണ്ട് കാണിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഓനെ കണ്ടോ, സഅദിനോട് മുആദിനോട് യുദ്ധം ചെയ്യുന്നില്ലേ, ആ വെട്ടുന്നില്ലേ, അവനാണ് അബൂജഹൽ. ഇത് കണ്ട കുട്ടികൾ, ആ സമയത്താണ് മുആദ് റളിയല്ലാഹു അൻഹു മുഖത്ത് വെട്ടി കിട്ടുന്നത്. ഇത് കണ്ട കുട്ടികൾ പാറി ഒരു പക്ഷി പറക്കുന്ന പോലെ ഇവിടെ നിന്ന് ചാടി അബൂജഹലിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. അബൂജഹൽ നോക്കിയപ്പോൾ രണ്ട് ചെറിയ കുട്ടികൾ. ഇവന്മാർ എന്ത് കാണിക്കുന്നു? അബൂജഹലിന്റെ വാള് ഊരി, അത് വെട്ടിയിട്ട് ഉറയിട്ട വാളാണ്, അത് ഊരിന് മുമ്പേ ഒരാൾ ചാടി മുതുകിൽ ചവിട്ടുന്നു, അബൂജഹലിന്റെ മുതുകിൽ ചവിട്ടുന്നു. എങ്ങനെയും പൊക്കമുള്ള മനുഷ്യനാണ് അബൂജഹൽ, ഇരുത്തിയ മതി പറഞ്ഞാൽ ഇവർ മുകളിൽ നിന്ന് ചവിട്ടുന്നു. പിന്നെ വാളെടുക്കാൻ വേണ്ടിയുള്ള സമയം നടക്കുന്നത്. അവിടെ നിന്ന് തന്നെ മറ്റേ കൊച്ചു മക്കളല്ലേ ചാടുന്നു. എങ്ങനെ ചാടുന്നു? അബൂജഹലിന്റെ കാലിലും മുട്ടിലും ചവിട്ടിയിട്ടാണ് പൊങ്ങുന്നത്. പൊങ്ങി തിരിഞ്ഞ് തള്ളിയിടുന്നു. അവിടെ നിന്ന് അതായത് മിന്നൽ പ്രദക്ഷിണം പോലെ രണ്ട് കുട്ടികൾ കിടന്ന് സുബ്ഹാനല്ലാഹ് അബൂജഹലിനെ വട്ടം കറക്കുന്നു. ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കണ്ടോണ്ടിരിക്കുക. അബൂജഹലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടും എല്ലാവരും കൂടി പരസ്പരം, അബൂജഹൽ കൈ കൊണ്ടാണ് നേടുന്നത്, കരങ്ങൾ കൊണ്ടാണ് ഇവനെ തടുക്കുന്നു, വാളുകൾ തടുക്കുന്നു, വെട്ടൊന്നും കൊള്ളുന്നില്ല. എങ്കിലും കറങ്ങി തിരിഞ്ഞ് അബൂജഹലിന്റെ കഴുത്തിലൊറ്റ വെട്ട്. ആ വെട്ടിൽ ആ വേദന കൊണ്ട് ഈ അബൂജഹലിന്റെ മുട്ട് അതങ്ങ് മടങ്ങിപ്പോയി. കാലിന് മുട്ട് മടങ്ങി, മുട്ടുകൊണ്ട് ഊന്നിയപ്പോ നേരെ നെഞ്ചിൽ ചവിട്ടി ആളിനെ മലത്തിയിട്ടു. ആ കുത്തിൽ എന്തെന്നു രക്തം പോകുന്നുണ്ട്. അബൂജഹൽ പതുക്കെ കിടന്നു. തല ഇടിച്ചത് കൊണ്ട് അബൂജഹലിന്റെ ബോധം പോയതാണ്. ആള് മരിച്ചിട്ടില്ലായിരുന്നു. തല ഇങ്ങനെ പോയി ഇടിച്ചപ്പോ ആളുടെ ആ ഒരു ബോധമണ്ഡലം മാറി അങ്ങനെ കിടന്നു. രണ്ടുപേരും നോക്കിയപ്പോ വെട്ടുകൊണ്ടു ചോര വരുന്നു, ആളെ കിടന്നു. സംഗതി കഴിഞ്ഞു. അവിടെ നിന്ന് രണ്ട് കുട്ടികൾ ഓടിച്ചെന്ന റസൂലുള്ളാഹിയുടെ നബിയെ, അബൂജഹലിനെ ഞാൻ കൊന്നു. മുഅവ്വിദ് പറഞ്ഞു ഞാൻ കൊന്നു. മുആദ് പറഞ്ഞു ഞാൻ കൊന്നു. ഞാനാ കൊന്നു. രണ്ടും തർക്കം. കാരണം അബൂജഹലിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആരാ അബൂജഹൽ? അബൂജഹൽ ആരാ? ഫിർഔൻ ഉമ്മത്തി. നബി തങ്ങൾ പറഞ്ഞു എന്റെ ഉമ്മത്തിലെ ഫിർഔനാണ് അബൂജഹൽ. അവസാനം പറയുന്നതല്ല ധിക്കാരത്തെ പറ്റി. അത്രയ്ക്ക് ഒരു ക്രൂരനാണ്, ധിക്കാരിയാണ്. അത്രയ്ക്ക് വലിയ ആ അബൂജഹലിനെ കൊന്നതിന് വലിയ ക്രെഡിറ്റ് ആണ്. റസൂലുള്ളാഹി നബിയെ ഞാനാ കൊന്നത്. മുഅവ്വിദ് പറഞ്ഞു ഇല്ല നബി ഞാനാ കൊന്നത്. റസൂൽ പറഞ്ഞു ഹാദാനി, നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അവനെ കൊന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആള് മരിച്ചിട്ടില്ല. ഈ സമയത്താണ് മക്കയിൽ കലണത്തടി കൊണ്ട് ചെവിയിൽ നിന്നും രക്തം പൊലിഞ്ഞ് കളിയാക്കിയ ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന പൊക്കം പൊറിഞ്ഞ ആരോഗ്യമില്ലാത്ത സഹാബി ഇതിന്റെ ഇടയിൽ എവിടെ അബൂജഹൽ നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് വെട്ടേറ്റ് കിടക്കുന്നത് കാണുന്നു. വിശ്വസിക്കാൻ പറ്റാതെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു. നെഞ്ചത്ത് കയറിയെന്ന് ആൾ കണ്ണോർന്നു മനസ്സിലായി മരിച്ചില്ല. വാളെടുത്ത് കുത്താൻ വേണ്ടി പോകുന്നു. ഉടനെ പറഞ്ഞു ഇനി എന്തായാലും എന്നെ നിങ്ങൾ വെറുതെ വിടുമെന്ന് എനിക്കറിയാം മോനെ, നിന്റെ വാളുകൊണ്ടൊന്നും ഇത് മുറിയുന്ന തൊലിയല്ല മോനെ, അത് വിട്ടേക്ക് എന്റെ വാൾ ഊരിയെടുത്തോ. അങ്ങനെ അബൂജഹലിന്റെ വാൾ ഊരിയെടുക്കുന്നു. അത് പറഞ്ഞാൽ പറ്റുന്നില്ല അബൂജഹലിന്റെ വാള്. എന്നാലും ആ ആരോഗ്യം നമുക്ക് ദേഷ്യം വരുമ്പോ കിട്ടുന്ന ഒരു വികാരം വേറെയാണ്. ആരോഗ്യമില്ലാത്തവരും ദേഷ്യം വരുമ്പോ വികാരം കൂടുന്നതല്ലേ. ആ ദേഷ്യത്തിൽ പൊക്കാൻ പറ്റാത്ത വാളിനെ എടുത്തുകൊണ്ട് അബൂജഹലിന്റെ കഴുത്തിലേക്ക് പ്രസ് ചെയ്തു. വെട്ടാൻ പറ്റത്തില്ല, പ്രസ് ചെയ്തു. ഈ തടി അളക്കുന്നവരെ അറക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഇവിടെയാ കൊണ്ടുവച്ചത് ഹൽക്കിൽ. പറഞ്ഞ അബൂജഹൽ പറഞ്ഞു പറ്റൂല, നീ ഒരു കാര്യം ചെയ്യണം. നീ എന്റെ തല വെട്ടിമാറ്റവോ നീട്ടി വെച്ച് കഴുത്ത് നീട്ടി വെച്ച് വെട്ടണം.
എന്നിട്ട് മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ട് നീ വെക്കണം. എന്നിട്ട് മുഹമ്മദിനോട് പറയണം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടെങ്കിൽ അത് മുഹമ്മദിനോടായിരിക്കുമെന്ന് നീ പറയണമെന്ന് ഇബ്നു മസ്ഊദ് തന്നോട് പറയുന്നു. അത് പ്രകാരം വാള് വെച്ച് കഴുത്ത് നീട്ടി നീട്ടി അറുത്ത് സമയമെടുത്ത് അറുത്ത് തല വേർപെട്ടു, തല മുറിഞ്ഞു മാറി. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ആ തല എടുക്കാൻ പറ്റുന്ന മൂപ്പരെ കൊണ്ട് പറ്റുന്നില്ല. തല എടുക്കാൻ പറ്റും മൂപ്പര മസൂദങ്ങൾ അത്ര ഉണ്ട്, തല മാത്രം അനങ്ങുന്നില്ല തല. അവസാനം എന്ത് ചെയ്തു? ആ ഇബ്നു മസ്ഊദ് തങ്ങൾ ആ വാളെടുത്തു, അബൂജഹലിന്റെ ചെവിയിൽ ഹോളിടുകയാണ്. ചെവിയിൽ ഹോളിട്ട് ആ ചെവിക്കുള്ളിൽ കൂടെ ഒരു നൂലിൽ കയറ് കെട്ടിയിട്ട് ആ തല വലിച്ചു കൊണ്ടുവരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, മസ്ഊദിന്റെ ചെവിയിൽ നിന്ന് വന്നു വീണ ഈ രക്തത്തിൽ നമ്മൾ പകരം ചോദിക്കും നബിയെ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നു. റസൂലുള്ളാഹി തങ്ങൾ രാത്രി അബൂബക്കറിനോടും ഉമറിനോടും പറഞ്ഞിട്ട്, ഉമറേ, ഈ സ്ഥലം കണ്ടോ, ഓർത്തു വെച്ചോ, ഇവിടെ ആയിരിക്കും അബൂജഹൽ വീഴുന്നത്. അബൂജഹൽ വെട്ടിട്ട് വീണ സ്ഥലം ഇതാണെന്ന് രാത്രിയിൽ എല്ലാവരോടും നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോന്നും പറഞ്ഞു കൊടുത്തു. അവർക്ക് ധൈര്യം കിട്ടുകയാണ്. ആ സമയത്ത് വാളുകൊണ്ട് ചെവിയിൽ ഹോളിട്ടുകൊണ്ട് ആ കയറുകൊണ്ട് കെട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് വലിച്ച് വലിച്ച് ബദറിന്റെ മണവീതിയിൽ കൂടെ വലിച്ച് 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 അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവച്ച്, നബിയേ, ഇതാ അബൂജഹല്, റസൂലേ, ഇതാ അബൂജഹൽ കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് നബിയെ, ഇവൻ മരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, കഴുത്ത് നീട്ടി വെട്ടണമെന്നും ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടെങ്കിൽ അത് മുഹമ്മദിനോടാണെന്നും പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസാ. എന്റെ ഫിർഔൻ, എന്റെ ഉമ്മത്തിന്റെ ഫിർഔൻ ഈ അബൂജഹൽ, അവൻ എത്രയോ അശദ്ദാണ്. ഫിർഔനിന്റെ മൂസയ്ക്കുണ്ടായിരുന്ന ഫിർഔൻ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ഫറവ ചക്രവർത്തി, ആ ഫിർഔനേക്കാളും എത്ര അശദ്ദാണ്, എത്ര ക്രൂരനാണ് ഇവൻ. കാരണം എന്ത്? നൈൽ നദിയിൽ മുങ്ങിച്ചാവാൻ വേണ്ടി പോകുന്ന സമയത്തും ആ ഫിർഔൻ പറഞ്ഞു, അവസാന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ മൂസ നിന്റെ റബ്ബെ ഞാൻ വിശ്വസിക്കാമെന്ന് ആ ഫിർഔൻ പറഞ്ഞു. പക്ഷെ ഇവന്റെ ധിക്കാരം കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആ തല കൊണ്ട് വെച്ച് മസ്ഊദ് ഇത് കണ്ട സഹാബികളെല്ലാം ചിരിച്ചു. അന്ന് സഹാബികൾ ഒന്നടങ്കം കരഞ്ഞുപോയ സമയമാണ്. അത് കാഴ്ചയാണ്. ചെറിയ കുട്ടി, ചെവി രണ്ടും ഒരു ചെവിനെ കേൾക്കാൻ പറ്റൂല, തങ്ങൾക്ക് ഒരു ചെവിനെ കേട്ടുകൂടായിരുന്നു. ഈ ചെവിയിൽ നിന്ന് വന്ന രക്തവും വസ്ത്രവും എല്ലാം കഴിഞ്ഞപ്പോ സഹാബികൾ ഒന്നടങ്കം കരഞ്ഞ സമയം, അതേ സമയം ഇവിടെ ചിരിച്ച് മുഖത്തടിച്ച് ചെവിയിൽ നിന്നും ചോര വാർത്തൊഴിഞ്ഞ കാരണക്കാരനായ ചെവിയിൽ അവന്റെ വാളുകൊണ്ട് കുത്തി കയറിട്ട് വലിച്ച് ബദറിന്റെ മണ്ണിൽ കൂടി വലിച്ചരിച്ച് റസൂലിന്റെ മുമ്പിൽ കൊണ്ടിട്ടതും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതാണ് മുഅ്മിനീങ്ങളെ, ഒരിക്കലും ചരിത്രം വഴിമാറുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെയും ധിക്കാരത്തെ ദുനിയാവിൽ നിലനിർത്തുകയില്ല. കൊടുക്കേണ്ടവർക്ക് കൊടുത്തുകൊണ്ടേ ദുനിയാവിൽ അല്ലാഹു പകരം വീട്ടുകയുള്ളൂ. ഇതാണ് അബൂജഹലിന്റെ മരണം. ഇങ്ങനെയാണ് അബൂജഹലിനെ കൊന്നത്. ലോകത്തിനെ അടക്കി ധിക്കാരം കാണിച്ചു സർവ്വതിനെയും അടക്കി വലിച്ചതിനെ ആ അബൂജഹലിനെ എത്ര അഹങ്കരിച്ചാലും അല്ലാഹുവിന്റെ മുമ്പിൽ വലിപ്പവും ചെറുപ്പവും ഒന്നുമില്ല. അബൂജഹലിന് വിഷമം വന്നത് അതായിരുന്നു. ആ വീണ് കിടന്ന സമയത്ത് അബൂജഹൽ പറഞ്ഞത്, എന്നെ ഉമർ വെട്ടിയെങ്കിൽ, അല്ലെങ്കിൽ അബൂബക്കർ വെട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഉസ്മാൻ വെട്ടിയെങ്കിൽ, അതല്ലെങ്കിൽ മുഹമ്മദെങ്കിലും എന്നെ ഒന്ന് വെട്ടിക്കൂടായിരുന്നോ? ഈ രണ്ടു കുട്ടികളെ കൊണ്ട് വെട്ടി നാളെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇത്ര വലിയ ധിക്കാരിയായ അല്ലെങ്കിൽ ധൈര്യനായ എന്നെ വെട്ടിയത് രണ്ടു കുട്ടികൾ എന്ന് വിഷമിക്കുമെന്ന് അബൂജഹൽ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഇതാണ് അബൂജഹലിന്റെ മരണം. അവൻ ചത്തുപോയത് ഇങ്ങനെയാണ്. ബദറിന്റെ മണ്ണിൽ അല്ലാഹു അവനെ വെട്ടി വീഴ്ത്തി. ബദറിൽ പോകുന്നവർ കാണാം, അവർ പൊട്ടക്കെട്ടുണ്ട്. അബൂജഹൽ അടക്കം 70ഓളം പേരെ ആ പൊട്ടക്കെട്ടിനകത്തിലിട്ട് അടച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ പോയാൽ കല്ലൊക്കെ ഇട്ട് മൂടി വച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ വികാരങ്ങളെ തൊട്ടും ഈ ഉമ്മത്തിന് ബദർ എന്ന് പറയുന്ന വലിയ യുദ്ധത്തിൽ നിന്നും നമുക്ക് സമാധാനവും ലക്ഷ്യം അല്ലാഹു നൽകി അനുഗ്രഹിച്ചു. അല്ലാഹു കബൂലാക്കട്ടെ. ഇങ്ങനെയായിരുന്നു അബൂജഹലിന്റെ മരണം. അബൂജഹലിന്റെ അന്ത്യം ഇങ്ങനെയായിരുന്നു. മുഅ്മിനീങ്ങൾ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ആ ബദരീങ്ങൾക്ക്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞില്ലേ, സമാനിയാക്കൾ എന്ന മലക്കുകളെ ഞാൻ ബദറിൽ ഇറക്കുമെന്ന് പറഞ്ഞു. ഈ ഒരു വിഭാഗം മലക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ 2 കുട്ടികൾ യുദ്ധം ചെയ്ത സമയത്ത് അബൂജഹലിന് കൺട്രോൾ കിട്ടുന്നില്ല, മലക്കുകൾ വലയം ചെയ്യുകയായിരുന്നു അബൂജഹലിനെ. അല്ലെങ്കിൽ ആ 2 കുട്ടികളൊക്കെ അബൂജഹലിന് 2 വിരലിന് മാത്രം മതിയായിരുന്നു. ഈ മലക്കുകൾ കൺട്രോൾ ചെയ്യുകയായിരുന്നു. അത് പിന്നീട് രക്ഷപ്പെട്ടു വന്ന മുസ്ലിങ്ങൾ മക്കയിൽ വന്നപ്പോൾ പറഞ്ഞു, മുഹമ്മദിന്റെ കൂടെ യുദ്ധം ചെയ്തതും മുഹമ്മദിന്റെ ആൾക്കാർ മാത്രമല്ല, കുറെ കറുത്ത രൂപത്തിൽ കുറെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മളെ കൺട്രോളൊക്കെ മാറിപ്പോകുന്നു, ആരാന്നറിയില്ല എന്ന് ഇവിടെ രക്ഷപ്പെട്ടു പോയ കുറെ മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് സത്യമാണെന്ന്. അതിലുപരി ബദറിലേക്ക് വരുന്നതിന് മുമ്പ് അബൂജഹൽ കഅബയിൽ പോയിട്ട് ദുആ ചെയ്തു. അല്ലാഹുവേ, ഇന്ന് ഞങ്ങൾ ബദറിലേക്ക് പോവുകയാണ്, മുഹമ്മദിനെയും അനുയായികളെ നശിപ്പിക്കാൻ പോവുകയാണ്, നീ ഞങ്ങൾക്ക് സത്യത്തിനെ നീ വിജയിപ്പിച്ചിടണം. ഇന്നത്തെ ദിവസം സത്യം ഏതാണോ, സത്യമതം ഏതാണോ, ആ സത്യമതത്തിനെ നീ വിജയിപ്പിക്കണേ. അന്ന് അബൂജഹൽ എവിടെ ദുആ ചെയ്തു? കഅബയിൽ ദുആ ചെയ്തു. ആ ദുആയുടെ ഫലമല്ലേ സത്യം വിജയിച്ചത്? അല്ലാഹു റസൂൽ വിജയിച്ചില്ലേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ബദരീങ്ങളുടെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ബദരീങ്ങളെ കുറിച്ച് പറയുന്ന റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമല്ലേ ബദറിന്റെ മജ്ലിസ്, ബദർ മൗലിദ്, ബദറിന്റെ നന്മകൾ അത് പറയണം. ഈ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. വിഷമങ്ങളും പ്രതിസന്ധികളും പ്രതിഘാതങ്ങളും ബിസിനസ്സിന്റെ വിഷമങ്ങളും പലതും വരും. ആ സമയങ്ങളെല്ലാം നന്മയിലായി ജീവിതത്തെ മാറ്റിവെക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ബദരീങ്ങളെ കുറിച്ച് ഇതുപോലുള്ള മജ്ലിസുകൾ പങ്കെടുക്കണം, അവരെ കുറിച്ച് വർത്തമാനങ്ങൾ പറയണം, അവരുടെ മൗലൂദ് നമ്മൾ പറഞ്ഞു, അവരെ കുറിച്ചുള്ള നന്മകൾ പറയണം. അത് നമ്മൾക്കൊരു ഈമാനാണ്. അതിനെ പറ്റി പറയുമ്പോൾ ചോദിക്കുകയാണ്, അവർ പുരുഷന്മാരാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ മലകളെ പോലെയാണോ? അതിനെ പറ്റി പറയാണ്, ഒരു പുരുഷന്മാരാണോ? അതല്ല, ഒരു മലകളാണോ? കാലഘട്ടത്തിന്റെ സത്യം, കാലത്തിന് സത്യമുണ്ടല്ലോ. എന്താണ് കാലത്തിന്റെ സത്യം? കാലത്തിന്റെ സത്യം എന്ന് പറഞ്ഞാല്, ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് മരിച്ചാലും നരേന്ദ്രമോദി മരിച്ചാലും അമേരിക്കൻ പ്രസിഡന്റ് മരിച്ചാലും കാലം സൂര്യ ഉദിക്കേണ്ട സമയത്ത് സൂര്യ ഉദിക്കും, അത് അസ്തമിക്കേണ്ട സമയത്ത് അസ്തമിക്കും, മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യും. അതിനിവിടെ ഇന്ത്യൻ പ്രസിഡന്റെന്നോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റെന്നോ ഒന്നും ഇവിടെയില്ല. അതാണ് കാലത്തിന്റെ പവർ. ഇതുപോലെയാണ് സഹാബികൾക്ക് പവർ. ആ കാലത്തിന്റെ ദഹറാണ് അവരുടെ ഈമാൻ എന്ന് അല്ലാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. പടച്ചറബ് അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു നന്നാക്കി തരട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇത് നിസ്സാരമായ ചെറിയ ചെറിയ നോട്ട് പോയിന്റുകളാണ്. വിശാലമായി പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാടുണ്ട്. അല്ലാഹു നമുക്ക് അതൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.